നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ളവ കുടിശ്ശികയായി നിൽക്കുമ്പോഴും സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കുത്തനെ കൂട്ടാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർ, അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, പ്ലീഡർ ടു ഡു ഗവൺമെന്റ് വർക്ക് എന്നിവരുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. യഥാക്രമം 87,500 രൂപയിൽ നിന്നും 1,10,000 രൂപയായും, 75,000 രൂപയിൽ നിന്ന് 95,000 രൂപയായും, 20,000 രൂപയിൽ നിന്ന് 25,000 രൂപയുമായിട്ടാണ് വർദ്ധിപ്പിക്കുക. 2022 ജനുവരി 1 മുതൽ പ്രാബല്യമുണ്ടാകും. 43 മാസത്തെ കുടിശ്ശിക നൽകാൻ മാത്രം ഏതാണ്ട് 10 കോടിയോളം രൂപ സർക്കാരിന് വേണ്ടിവരും. ക്ഷേമ പെൻഷൻ കുടിശ്ശികയാകുന്നതും KSRTCയിലെ ശമ്പളം മുടങ്ങലും ആശാവർക്കർമാർക്കുള്ള കുടിശ്ശിക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അഭിഭാഷകരുടെ ശമ്പള വർധനവ് സർക്കാർ നടപ്പിലാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ശമ്പളം, പെൻഷൻ തുടങ്ങിയ ചെലവുകൾക്കായി സംസ്ഥാനം 3,000 കോടി രൂപ കൂടിയാണ് കടമെടുത്തത്. 12 വർഷ കാലയളവിൽ 1,000 കോടിയും 37 വർഷത്തെ തിരിച്ചടവിൽ 2,000 കോടിയുമാണ് പൊതുവിപണിയിൽ നിന്ന് സമാഹരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിൻ്റേത് 10,000 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 31 സർക്കാർ സർവീസിൽ നിന്ന് പെൻഷനായവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ 3,000 കോടി രൂപ ആവശ്യമായി വന്നു. ഏതാണ്ട് 10,000 സർക്കാർ ജീവനക്കാരാണ് ഈ വർഷം പെൻഷനായത്. ഇതിനു പുറമെ ക്ഷേമ പെൻഷൻ വിതരണവും പൂർത്തിയാക്കണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ 37,512 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നെങ്കിലും 54,000 കോടി പല ഘട്ടങ്ങളിലായി സംസ്ഥാനം എടുത്തിരുന്നു. 2025-2026 സംസ്ഥാന ബജറ്റ് അനുസരിച്ച് സർക്കാരിന്റെ സഞ്ചിത കടം 4,81,997.62 കോടി രൂപയാണ്. കേന്ദ്രാനുമതി ലഭിച്ച 4,600 കോടി മറ്റു ബാധ്യതകളും കൂടി ചേർത്താൽ മൊത്തം കടം 6 ലക്ഷം കോടിയാകും. നേരത്തെ കേരള ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. സ്പെഷ്യൽ സർക്കാർ പ്ലീഡറുടെ ശമ്പളം 1.20 ലക്ഷത്തിൽ നിന്ന് 1.50 ലക്ഷമാക്കി ഉയർത്തി. സീനിയർ പ്ലീഡറുടെ ശമ്പളം 1,10,000 നിന്ന് 1,40,000, പ്ലീഡർമാരുടേത് 1 ലക്ഷത്തിൽ നിന്ന് 1.25 ലക്ഷവുമാക്കി. അന്നും മുൻകാല പ്രാബല്യമാണ് ഉണ്ടായിരുന്നത്. അഡ്വക്കേറ്റ് ജനറൽ, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, സ്റ്റേറ്റ് അറ്റോർണി എന്നിവർക്ക് നൽകുന്ന പ്രതിഫലവും പരിഷ്കരിച്ചിരുന്നു. പ്രതിമാസ റിട്ടയർമെന്റ് ഫീസ് 2.5 ലക്ഷമാക്കി. പ്രത്യേക അലവൻസ് 50,000, സുപ്രീം കോടതിയിൽ ഹാജരാകുന്നതിന് ഫീസ് 60,000, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹാജരാകുന്നതിന് ഫീസ് 15,000 രൂപ, സിംഗിൾ ബെഞ്ചിൽ ഹാജരാകുന്നതിന് ഫീസ് 7,500 എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്ക്. രാഷ്ട്രീയ നിയമനങ്ങൾക്കാണ് സർക്കാർ വലിയ തോതിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നത്. ഇത് കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. നേരത്തെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ 1.6 ലക്ഷം രൂപയിലേറെ വർധനവ് വരുത്തിയിരുന്നു. ചെയർമാന്റെ ആകെ ശമ്പളം 2.24 ലക്ഷം രൂപയിൽ നിന്ന് 3.87 ലക്ഷമായും അംഗങ്ങളുടേത് 2.19 ലക്ഷത്തിൽ നിന്ന് 3.80 ലക്ഷമായുമായിട്ടാണ് കൂടുന്നത്. ചെയർമാനടക്കം 20 അംഗങ്ങളാണ് PSCയിൽ നിലവിലുള്ളത്. ഒരു സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയുമാണ്.